എം വി ഗോവിന്ദൻ പറഞ്ഞത് പിന്നെ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയം പറയണമെന്നാണ്. വേറെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, മതം ഇതിലേക്ക് വലിച്ചഴിച്ചു, അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയമാണ് മറുപടി പറയേണ്ടത് എന്ന് എം വി ഗോവിന്ദൻ പഠിപ്പിക്കേണ്ടത് കേരളത്തിലെ പിണറായി വിജയനാണ്. നിയമസഭയിലെ ഒരു MLA സകലമാന പ്രിവിലേജും ഉപയോഗിച്ച് നിയമസഭയുടെ അകത്ത് ഞാൻ സംസാരിച്ചതിന് 5 കൊല്ലം പോലീസിനെ വിട്ട് വേട്ടയാടിയ സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തെയാണ് എം വി ഗോവിന്ദൻ ഈ ആദർശം പോയി പഠിപ്പിക്കേണ്ടത്. രണ്ടാമത്, രാഷ്ട്രീയം പറയുമ്പോൾ സാദിഖ് അലി തങ്ങളുടെ മേക്കിട്ട് കയറുകയല്ല, രാഷ്ട്രീയമായ മറുപടിയാണ് പറയേണ്ടത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സഖാവ് പിണറായി വിജയനെയാണ്. അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇതിനകത്ത് ഒരു രത്നച്ചുരുക്കതാണ്, അനാവശ്യമായിട്ട് സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ല, അദ്ദേഹത്തെ എതിർക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരെയും ബഹുമാനിക്കാം, ആദരിക്കാം. പക്ഷേ അത് ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് അതേ അളവിലും തൂക്കത്തിലും തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ഇപ്പുറത്തുണ്ട് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നതാണ് ഇതിന് നല്ല ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ ആക്ഷേപം ആവർത്തിക്കുകയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ജമാഅത്ത് അനുഭാവ പ്രയോഗം എത്രമാത്രം വിഡിത്തം നിറഞ്ഞതാണെന്നും അത് എത്രമാത്രം സംഘീ പ്രീണനമാണെന്നും ഒരു സംഘീ അനുഭാവിയായിട്ടുള്ള മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു എന്നത് മാത്രമാണ് അതിലെ രാഷ്ട്രീയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. EP ജയരാജനും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗ് മതനിരപേക്ഷതയിൽ നിന്നും മാറി ചിന്തിക്കുന്നു, അതാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നാണ് പറയുന്നത്. അല്ല, ഈ മാറി ചിന്തിക്കുന്നത് പിന്നെ EP ജയരാജന് മാത്രം മനസ്സിലാവുന്നൊരു പുതിയ പൊളിറ്റിക്സാണ്. കാരണം രാവിലെ പുസ്തകം എഴുതുക, ഉച്ചക്ക് അത് നിഷേധിക്കുക, പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ DC ബുസിനെതിരെ കേസ് കൊടുക്കുക, വൈകുന്നേരം ആ കേസ് എവിടെ പോയതെന്ന് അറിയാതിരിക്കുക. ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ മാത്രം ടെക്നോളജീസാണ്. എനിക്കത് മുസ്ലിം ലീഗിനും അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയില്ല. ഞങ്ങളുടെ നിലപാടുകൾ ഞാൻ ആവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയായി SDPI ഒക്കെ ഞങ്ങളെടുക്കുന്ന സമീപനങ്ങൾ, നിലപാടുകൾ ഒരു കടുകുടയുടെ വ്യത്യാസം ഇപ്പോഴുമില്ല. അത് നിലപാടുകൾ തന്നെയാണ്. വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംസാരിക്കേണ്ടുന്ന വിഷയം അതല്ല, പ്രയോറിറ്റി അതല്ല എന്നുള്ള തിരിച്ചറിവ് മാത്രമേ ഞങ്ങൾ ഡിബേറ്റുകൾ അവസാനിപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും ആ ഡിബേറ്റുകളിൽ നിന്ന് ഞങ്ങൾ മാറുന്നതിലുള്ളൂ. പക്ഷേ ലീഗിനെ എതിർക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പച്ചക്ക് രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്ക് വേണ്ടി കൊണ്ടു നടന്ന ഒരാൾ, അതും ഞാൻ VS അച്യുതാനന്ദനെ പറയില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയില്ല, അത് സഖാവ് പിണറായി വിജയൻ്റെ കള്ള രാഷ്ട്രീയമാണ്. എന്നിട്ട് അയാൾ ഈ പ്രസംഗം പറഞ്ഞതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുള്ളൂ. അതിലിപ്പം പിണറായി മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംസ്ഥയുടെ ചില നേതാക്കന്മാരും സമാനമായ ചില ആശങ്കകൾ പങ്കുവച്ചിരുന്നു. ഈ മുസ്ലിം ലീഗിനകത്ത് ഒരു സ്ലീപ്പിംഗ് സെല്ലുകൾ ജമാഅത്തെ ഇസ്ലാമിയുടേതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് പിണറായിയുടെ മാത്രം ഒരു ആശങ്കയായിട്ട് കാണാൻ പറ്റില്ല. അല്ല, ഈ ആശങ്കക്കൊരു പിണറായി പക്ഷമുണ്ട്. അത് ഏതെന്ന് ഇപ്പം പുതുതായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ സംഘത്തിൽ നിന്ന് വരുന്നതിനും ഈ ഒരു പിണറായി പക്ഷമുണ്ട്, പിണറായി സ്നേഹപ്രകടനമുണ്ട്. ഇപ്പോൾ അതിൽ ചില ആളുകളുടെ, ഇപ്പോൾ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ലേഖനം എഴുതിയിട്ടുള്ള ആളുകളുടെ, ഈ അന്ന് പ്രസംഗിച്ച ആളുകളുടെയൊക്കെ ഫോൺ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എളമരം കരീമും മോഹനനുമായിട്ട് ഒരു ദിവസം എത്ര സംസാരിക്കുന്നു എന്നല്ല, അത് ഫിഖിൻ്റെ മസാല അറിയണമെന്നല്ലല്ലോ വിളിക്കുന്നത്, ഈ രാഷ്ട്രീയ ബന്ധമാണ്. അപ്പോൾ അത് എവിടുന്ന് വന്നാലും, അത് ഏത് കൂട്ടുന്നു വന്നാലും ഞങ്ങൾക്ക് ഇതിനകത്തൊരു സമീപനം മാത്രമേ ഉള്ളൂ. അത് വളരെ പ്രകടമാണ്, അത് വളരെ വിസിബിളുമാണ്. അല്ല, സമസ്തക്കാരെന്നുള്ള നിലക്കല്ലേ, സമസ്തക്കാരെന്ന് പറയാനേ പാടില്ല. സമസ്തയെ ഇതിൽ കക്ഷിയല്ല, ചില ആളുകളാണ്, അവരുടെ അഭിപ്രായ പ്രകടനങ്ങളാണ്. അല്ലാതെ സമസ്ത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് വളരെ സമസ്ത എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനമായിട്ടുള്ള തർക്കമേ അല്ല ഇത്. അങ്ങനെ ആക്കിക്കൊണ്ടുവരാൻ നിങ്ങൾ എന്നോട് എത്ര ചോദ്യം ചോദിച്ചാലോ നിങ്ങളങ്ങനെ വിചാരിച്ചോ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ചില ആളുകൾ, ആ ആളുകൾ ഇങ്ങോട്ട് ബഹുമാനിച്ചാൽ തിരിച്ചങ്ങോട്ട് ബഹുമാനിക്കും, ഇങ്ങോട്ട് വർത്താനം പറഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി അങ്ങോട്ട് വർത്താനം പറയും. അതത്രയേ ഉള്ളൂ. ആ വർത്താനം കൊണ്ട് അത് തീരും. അതിന് മറുപടി നാളെ വരുമ്പോൾ അപ്പം പറയും. അതിനിടയ്ക്ക് വേറൊരു സ്റ്റേറ്റ് കമ്മിറ്റി അത് പറഞ്ഞല്ലോ. ഇപ്പോൾ ഹമീദ് അലി ശിഹാബ് തങ്ങൾ അടങ്ങുന്ന SKSF, ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഫ്ലെയർ ഇറക്കേണ്ട കാര്യമുണ്ടോ? ഷാജി ഇങ്ങോട്ട് പാണക്കാട് പോകാൻ പറഞ്ഞാൽ ഞാൻ പോകില്ലേ? എന്നിട്ട് ചീത്തയാണ് പറയണമെങ്കിൽ ഞാൻ ഇരുന്ന് കേട്ടോളൂ. അതല്ലാതെ എനിക്ക് കത്തെഴുതി ചീത്ത അറിയാൻ മാത്രം അദ്ദേഹം അത്ര ചെറിയ മനുഷ്യനൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അതൊക്കെ ചില വിക്രിയകളാണ്, ചില നമ്പറുകൾ. പിണറായി പക്ഷക്കാർ എവിടെ ഉണ്ടെങ്കിലും, നിങ്ങളെ മീഡിയക്കകത്തുണ്ടെങ്കിലും ഓരോടൊക്കെ കൂടിയിട്ടപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി സമസ്തയിലെന്നല്ല, ഇപ്പം നിങ്ങളുടെ ഇടയിലുണ്ടോ? അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നിൽക്കുന്നത്. നിങ്ങളെങ്ങാൻ എന്നോട് പ്രകോപനപരമായിട്ട് പെരുമാറിയാൽ തിരിച്ച് അതിൻ്റെ 10 ഇരട്ടി ഞാൻ പറയും. ഞാൻ നിങ്ങളോട് മോശമായി പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചും പറയും. അത്ര ഇന്നത്തെ കാലത്ത് ബഹുമാനമുള്ളൂ. അല്ലാതെ അയാൾ പണ്ഡിതനാണ്, ഇയാൾ മുഖ്യമന്ത്രിയാണ്, അയാൾ മറ്റൊരാണ്, അതൊന്നും ഇന്നത്തെ കാലത്ത് ആരും മൈൻഡ് ചെയ്യില്ല. ഗിവ് ആൻഡ് ടേക്ക് ആണ്. റെസ്പെക്റ്റ് കൊടുത്താൽ തിരിച്ചു കിട്ടും. ഇപ്പം എന്നോട് പലരും പറയുന്നത് നിങ്ങൾ ഭയങ്കര ആക്രമിക്കപ്പെടുന്നുണ്ടല്ലോ. ഞാനതിന് ആജാതി വർത്താനല്ല ആൾക്കാരെ കുറിച്ച് പറയുന്നത്.
പിന്നെ എനിക്ക് തിരിച്ചു കിട്ടൂലേ? മിണ്ടാതിരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഒരു കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞാൽ തിരിച്ചു കിട്ടും, അത് എല്ലാവർക്കും കിട്ടും. അപ്പം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, ഞാൻ പറഞ്ഞാൽ എനിക്കും തിരിച്ചു കിട്ടും. അതല്ലാതെ പിന്നെ അതിനങ്ങനെ ഭർത്താവ് ഇതൊക്കെ പറയുക എന്നിട്ട് പറയാം പിന്നെ എന്നെ ആക്രമിച്ച് എന്നെ തിരിച്ചു പറയുമ്പോൾ ഞാൻ പറയാണ് അയ്യോ ലീഗിനെ ആക്രമിക്കുന്നേ. അതല്ല മാഷെ, ലീഗിൽ വേറെ ആൾക്കാരില്ല, ഓല ആക്രമിക്കണില്ലല്ലോ. ഷാജിക്ക് നാവ് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ഷാജിനെ ആക്രമിക്കും. അതുപോലെ നാവ് കൂടിയ ചില ഇനത്തെയാണ് ഞാൻ ആക്രമിച്ചത്. അതൊരു പ്രസ്ഥാനത്തൊന്നുമല്ല. അങ്ങനെ ചോദിച്ചിട്ട് പ്രസ്ഥാനത്താക്കാൻ മാറ്റാൻ ശ്രമിക്കേണ്ട.